രഞ്ജിനി ശ്രീനിവാസൻ എന്ന മലയാളി പെൺകുട്ടിയെ അമേരിക്കയിൽ നിന്നും നാട് കടത്തിയിട്ടുണ്ട്. എന്താണ് കാരണം? കൗതുകരമായൊരു കാര്യമാണ്. എൻ്റെ ഒരു സംശയം, മീര ഇതെങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ്. കാരണം അമേരിക്കയിൽ നിന്ന് നാട് കടത്തുന്നവരുടെ വാർത്തകളൊക്കെ വലിയ തോതിൽ കൊടുക്കുകയും വലിയ ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ. അപ്പോൾ മലയാളികളെ ആരും അന്ന് വിമാനത്തിൽ C-17 വിമാനത്തിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് കേരളത്തിൽ ഈ കണ്ണീരൊഴുക്കിൻ്റെ ആഘാതം ഒരു പ്രളയമായി മാറിയില്ല. പക്ഷേ ഇപ്പോൾ ഒരു മലയാളി എന്ന് സംശയിക്കപ്പെടുന്ന രഞ്ജിനി ശ്രീനിവാസനെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് FBI ചവിട്ടിക്കൂട്ടി പ്ലെയിനെ കയറ്റി വിട്ടു. അത് ഇതുവരെ ഒരു മാധ്യമത്തിലും വന്നിട്ടില്ല. അപ്പോൾ മീര ആളും മിടുക്കിയാണ് കേട്ടോ. ഇതുവരെ പത്രങ്ങളൊന്നും പറയാത്ത കാര്യങ്ങൾ മീര അറിഞ്ഞല്ലോ. ഇപ്പോൾ അമേരിക്കയിൽ ഒരു ട്രംപ് വന്നതിന് ശേഷം ഒരു പുതിയ നയം കൊണ്ടുവന്നിട്ടുണ്ട്. പലസ്തീൻ വിഷയത്തിൽ ഹമാസിനെ സപ്പോർട്ട് ചെയ്ത് ആരൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും സമരമോ പ്രകടനമോ ജാഥയോ ഒക്കെ നടത്തിയിട്ടുണ്ടോ അവരെയൊക്കെ അമേരിക്കയിൽ നിന്ന് പറഞ്ഞു വിടും. അത് ട്രംപിൻ്റെ പ്രഖ്യാപിത നയമാണ്. നമ്മൾ ഓർക്കുന്നുണ്ടോ? കാരണം ഈ ബൈഡൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗാസ യുദ്ധം ആരംഭിച്ച സമയത്ത് അമേരിക്കയിലെ പല സർവകലാശാലകളിലും വലിയ സമരമുണ്ടായി. ക്യാമ്പസുകളിലൊക്കെ ക്ലാസ്സുകൾ നടത്താൻ പറ്റാത്ത വിധത്തിൽ പലസ്തീൻ്റെയും ഹമാസിൻ്റെയൊക്കെ കുടികൾ ഉയർത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരല്ല, അമേരിക്കയിലെ സർവകലാശാലകളിൽ ചെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇന്ത്യയിൽ നിന്നുൾപ്പെടെ ഒരുപാട് പേര് പോകുന്നുണ്ട്. അവരൊക്കെ അവിടെ കിടന്ന് ബഹളം വെച്ചു, മുദ്രാവാക്യം വെച്ചു, അവസാനം പോലീസൊക്കെ ഇടപെട്ടിട്ടാണ് ക്യാമ്പസുകൾ ക്ലീൻ ചെയ്തത്. ഇപ്പം നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ഈ JNUവിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പഠിക്കുക, അവിടെ ചെന്ന് മോദിയുടെ അപ്പന് പറയുക, അങ്ങനെ പറയുന്നവർക്ക് സ്വീകരണം കിട്ടും, അവർക്ക് അംഗീകാരം കിട്ടും, അവാർഡ് കിട്ടും, അവർ ഇലക്ഷന് ജയിക്കും, അവർക്ക് പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കും മത്സരിക്കാനൊക്കെ അവസരം കിട്ടും. ഇങ്ങനെയൊക്കെ അവസരങ്ങൾ കിട്ടി, അംഗീകാരം കിട്ടി, ഇവിടുത്തെ സോഷ്യൽ മീഡിയയും രാഷ്ട്രീയ പാർട്ടികളൊക്കെ അംഗീകരിച്ച് പൊന്നു മോനെ പൊന്നു മോളെ എന്നൊക്കെ പറഞ്ഞ് എടുത്ത് തോളെ കൊണ്ട് നടന്ന പാരമ്പര്യം ഇന്ത്യയിൽ നിന്ന് അമേരിക്ക പഠിക്കാൻ പോയ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവണം. എനിക്ക് തോന്നുന്നു ഈ രഞ്ജിനി ശ്രീനിവാസനും ഇവിടെ JNUവിലോ എവിടെയെങ്കിലും പഠിച്ചിട്ട് പോയതായിരിക്കും. കാരണം അവിടെ ആ കുട്ടിയല്ല, തള്ളച്ചി അവിടെ ചെന്നിട്ട് പഠിക്കാൻ പോയിരിക്കുന്നത് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ പ്ലാനിംഗ് ആൻഡ് പ്രിസർവേഷൻ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ PhD-ക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗവേഷക വിദ്യാർത്ഥി MPhilന് പോയിരിക്കുകയാണ്. അപ്പോൾ MPhilന് ഡിഗ്രിയും PGയും ഒക്കെ കഴിഞ്ഞിട്ട് പോയതാവണം. അപ്പോൾ മിക്കവാറും ഡൽഹിയിൽ ഈ പറഞ്ഞ പോലെ ഈ തീവ്രവാദ ഇസ്ലാമിസ്റ്റ് ലെഫ്റ്റിസമൊക്കെ അത്തരം പ്രൊപ്പഗാൻഡകളൊക്കെ ഇങ്ങനെ നറിഷ് ചെയ്യുന്ന നട്ട് വളർത്തുന്ന ഒരു സ്ഥാപനത്തിൽ പഠിച്ചിട്ട് പോയതിൻ്റെ ഹുങ്കൊണ്ടായിരിക്കാം അമേരിക്കയിൽ ചെന്നിട്ടും ഞാൻ ഹമാസാണ്, ഞാൻ പലസ്തീനാണ്, അവർക്ക് വേണ്ടി എൻ്റെ രക്തം തിളയ്ക്കുന്നു, എൻ്റെ ഹൃദയം തുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്തതാണ് രഞ്ജിനി ശ്രീനിവാസൻ. രഞ്ജിനി ശ്രീനിവാസനെ അവർ F1 വിസയിൽ വന്നതാണ്. കാനഡയിൽ വന്നിട്ട് കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് വന്നതാണ്. കാനഡയിൽ നിന്ന് അമേരിക്കയിലും തട്ടി, കാനഡയിലേക്കാണോ തട്ടിയിരിക്കുന്നത് അറിയത്തില്ല. കാനഡയിലാണെങ്കിലും പഴയ പോലെ ട്രൂഡോ പോയി അവിടെ നിന്ന്. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ട്രൂഡോ പോയിട്ട് മാർക്ക് കാർണിയാണ് ഇപ്പോൾ പുതിയ കാനഡയുടെ ഭരണാധികാരി. അപ്പോൾ ട്രൂഡോയുടെ കാലത്ത് നടന്ന അഭ്യാസമൊന്നും കാനഡയിൽ നടക്കാത്തതുകൊണ്ട് കാനഡയിൽ നിന്ന് അടുത്ത വണ്ടി പിടിച്ച് മിക്കവാറും വരാൻ പോകുന്നത് ഇന്ത്യയിലേക്കാണ്, കേരളത്തിലേക്കാണ്. അതവിടെ നിൽക്കട്ടെ, അതിൻ്റെ ബാക്കി ഞാൻ പറയാം. അതിനു മുമ്പ് അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ട്രംപ് വന്നതിന് ശേഷം ഈ ആൻറ്റിസെമിറ്റിസം എന്ന് പറഞ്ഞാൽ ജൂതവിരോധം കൊണ്ട് നടത്തിയിട്ടുള്ള എല്ലാ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ജാഥകളുമൊക്കെ പരിശോധിക്കാൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചിരിക്കുക. എങ്ങനെ പരിശോധിക്കും? അതെല്ലാം കഴിഞ്ഞു പോയില്ലേ? അങ്ങനെയല്ല, അതിൻ്റെയൊക്കെ വിഷ്വൽസ് അവൈലബിളാണ്. ഈ വിഷ്വൽസ് എന്ത് ചെയ്യും? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് വിഷ്വൽസ് അനലൈസ് ചെയ്യും. അപ്പോൾ അതിനകത്ത് ഒരാളുടെ മുഖം കാണുകയാണ്, ജാതി പങ്കെടുക്കുന്ന ഒരാളുടെ മുഖം. അത് AI വെച്ച് പരിശോധിക്കുമ്പോൾ ആളാരാണ്, പേരെന്താണ്, എവിടുന്ന് വന്നതാണ്, എവിടെ പഠിക്കുന്നു, ഏത് രാജ്യക്കാരാണ്, ഇതെല്ലാം അറിയാൻ പറ്റും. അങ്ങനെ ഇത്തരം ജാഥകളിൽ പ്രക്ഷോഭങ്ങളിലൊക്കെ പങ്കെടുത്ത ആളുകളെ AI ഉപയോഗിച്ച് കണ്ടെത്തിയിട്ട് അവരെ ഓരോരുത്തരെയായി ഹാൻഡ് പിക്ക് ചെയ്ത് ചെവിക്ക് പിടിച്ച് തൂക്കിയെടുത്ത് ചവിട്ടിക്കൂട്ടി അടുത്ത പ്ലെയിനിൽ കയറ്റി വിടുന്ന പരിപാടി അമേരിക്ക ആരംഭിച്ചിരിക്കുന്നു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നതെന്നറിയോ? വിദേശത്ത് നിന്ന് വന്നിട്ട് ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന ആളുകളോട് അമേരിക്കയ്ക്ക് 0 ടോളറൻസ് ആണ്, ഒരു സഹിഷ്ണുതയില്ല, അവരെ പുറത്താക്കും. അപ്പോൾ നോക്കൂ, ഇപ്പോൾ രഞ്ജിനി ശ്രീനിവാസൻ പഠിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ പോയി പഠിക്കണമെങ്കിൽ ചില്ലറ കാശൊന്നും പോരാ അല്ലേ? നല്ല പൈസ മുടക്കി അവിടെ പോയി പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും തൊഴിലെടുക്കുന്നുണ്ടാവാം. പിന്നെ പ്രധാനപ്പെട്ട തൊഴിൽ ഇതൊക്കെയാണല്ലോ. കാരണം ഇവിടെ മോദിയുടെ തന്തയ്ക്ക് വിളിച്ച് ശീലിച്ച പാരമ്പര്യം കൊണ്ടാണ് ട്രംപിൻ്റെ തന്തയ്ക്ക് വിളിക്കാൻ, അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ തന്തയ്ക്ക് വിളിക്കാൻ, ജൂതന്മാരെ കൊല്ലണമെന്ന് പറയാൻ, ഹമാസാണ് ശരിയെന്ന് പറയാൻ, പാലസ്തീൻ വിമോചനം വേണമെന്ന് മുദ്രാവാക്യം വിളിക്കാൻ, ജാഥ നടത്താൻ, പിക്കറ്റിംഗ് നടത്താനൊക്കെ വേണ്ടി പോയി. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റുന്നു? അവിടെയുള്ള വിദ്യാഭ്യാസം പോയി, പഠനം മുടങ്ങി, നാട്ടിലേക്ക് തിരിച്ചു വരുന്നു.
ഇനി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് ഒരുപാട് സാധ്യതയുണ്ട്. ഇവിടെ വരുമ്പോൾ മിക്കവാറും മലയാളിയാണെങ്കിൽ ഇപ്പോൾ SFI DYFI അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഉണ്ടല്ലോ, പറയും രഞ്ജിനി ശ്രീനിവാസൻ തിരിച്ചു വന്നിരിക്കുന്നു, ട്രംപിനോട് പൊരുതിയ വീരനായിക എന്നൊക്കെ പറയാം അല്ലേ. ട്രംപിനെ വെല്ലുവിളിച്ച് അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുന്ന വീരനായിക എന്ന് പറഞ്ഞ് നാട് നീളെ സ്വീകരണം കൊടുക്കാം. AKG സെൻറ്ററിലോ അല്ലെങ്കിൽ മീഡിയ വണ്ണിലോ വലിയ ആദരവൊക്കെ കൊടുത്തിട്ട് അവരെ വെച്ച് ചർച്ചകൾ നടത്താം. അവർക്ക് വേണമെങ്കിൽ ഇവിടെ സർക്കാരിൻ്റെ പ്രത്യേക കാരുണ്യ പദ്ധതി പ്രകാരം വേണമെങ്കിൽ ഇവിടെ PhD കംപ്ലീറ്റ് ചെയ്യാൻ കേരള യൂണിവേഴ്സിറ്റിയിലോ മഹാരാജാസ് കോളേജിലെ ഇസ്ലാമിക് സ്റ്റഡി സെൻറ്ററിലോ എവിടെയെങ്കിലും ഒരു അഡ്മിഷനൊക്കെ കൊടുത്തിട്ട് അവരെ ഒരു ഡോക്ടറാക്കി പുറത്തെടുത്തിട്ട് വേണമെങ്കിൽ നമ്മുടെ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയൊക്കെ ഭാര്യമാർക്ക് ജോലി കൊടുത്തതുപോലെ കേരളവർമ്മ കോളേജിൽ വേണമെങ്കിൽ ഒരു ജോലിയും കൊടുത്ത് മറ്റൊരു കുളിര് ടീച്ചറെ പോലെ, മറ്റേ കവിതാമോഷണമില്ലേ, അതുപോലെയുള്ള ആളുകളെ പോലെ ഒരു മാതൃകാ അധ്യാപികയാകാൻ കേരളവർമ്മയിലൊക്കെ നിയമിക്കാം. അപ്പോൾ രഞ്ജിനി ശ്രീനിവാസന് ഇനി ഭാവിയുണ്ട്, ഒരുപാടുണ്ട്. കാരണം പ്രത്യേകിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വത്തോട് പൊരുതിയിട്ട് തിരിച്ചു വന്നതല്ലേ. അപ്പോൾ അങ്ങനെ കേരളത്തിൽ ഒരു വീരനായികയായിരിക്കും. പക്ഷേ അമേരിക്ക ഒരു സ്വപ്നമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അവിടെ പോയി വിദ്യാഭ്യാസം എടുക്കുക, ഒപ്പം തൊഴിലൂടെ ചെയ്യുക, എന്നിട്ട് അവിടെ സ്ഥിരതാമസമാകുക, ഒരു PR എടുക്കുക, എന്നിട്ട് പതുക്കെ പേരൻസിനെയും കൊണ്ടുപോവുക. അങ്ങനെ ഒരു വലിയ സ്വപ്നവുമായി പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിൽ ചില ആളുകളൊക്കെ ഇത്തരം ചില ആളുകളുടെ പ്രേരണയിലൊക്കെ പെട്ടിട്ട് വഴിതെറ്റി സമരങ്ങളിലൊക്കെ പങ്കെടുക്കും. അപ്പോൾ അമേരിക്ക പഴയ അമേരിക്കയല്ല. ട്രംപിൻ്റെ കാലത്തുള്ള അമേരിക്ക ബൈഡൻ്റെ കാലത്ത് അമേരിക്കയല്ല. ബൈഡനെ സംബന്ധിച്ച് ഈ ബൈഡൻ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്നു. ബൈഡനാണ് പ്രസിഡൻ്റെങ്കിലും ഭരിച്ചുകൊണ്ടിരുന്നത് ബറാക്ക് ഹുസൈൻ ഒബാമ എന്ന് പറയുന്ന മുൻ പ്രസിഡന്റ് നയിക്കുന്ന, ജോർജ് സോറോസ് നയിക്കുന്ന അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റ് ആയിരുന്നു. ഡീപ്പ് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിസ്റ്റുകൾക്ക് അനുകൂലമാണ്, ഗാസയ്ക്ക് അനുകൂലമാണ്, ഇസ്രായേലിനെതിരാണ്. ആ നിലപാടായിരുന്നു ബൈഡനും ഉണ്ടായിരുന്നത്. അപ്പോൾ ചോദിക്കും, ബൈഡൻ്റെ കാലത്ത് അമേരിക്കയല്ലേ ഇസ്രായേലിനെ സഹായിച്ചത്, ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ കൊടുത്തില്ലെന്ന് ചോദിക്കുമ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ബൈഡനും നെതന്യാഹുവും തമ്മിൽ മിണ്ടാറില്ലായിരുന്നു. അവസാന കാലത്ത് അവർ തമ്മിൽ വളരെ കടുത്ത ശത്രുതയായിരുന്നു, പരസ്പരം സംസാരിക്കുക പോലും ഇല്ലായിരുന്നു. ഒടുവിൽ മഞ്ഞുരുകി നെതന്യാഹുവിനെ ബൈഡൻ അങ്ങ് വിളിക്കുകയായിരുന്നു. കാരണം അമേരിക്കയ്ക്ക് ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് താല്പര്യമില്ല എങ്കിൽ പോലും, അമേരിക്കയ്ക്കല്ല അമേരിക്കൻ പ്രസിഡൻറ്റിന് താല്പര്യമില്ല എങ്കിൽ പോലും ഇസ്രായേലിനെതിരെ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല. കാരണം അമേരിക്കയിലിരിക്കുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള എല്ലാ സീറ്റുകളിലും എല്ലാ കസേരകളിലും ഇരിക്കുന്നത് ജൂതന്മാരാണ്. ജ്യൂസിന് അമേരിക്കൻ എക്കണോമിയിൽ, അമേരിക്കൻ പൊളിറ്റിക്സിൽ വളരെ നിർണായകമായ സ്വാധീനമുണ്ട്. അതുകൊണ്ട് അവരെ വെറുപ്പിച്ചിട്ട് ഒരു കാര്യവും അമേരിക്കയിൽ ഏത് സർക്കാർ വന്നാലും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബൈഡൻ്റെ കാലത്ത് കുറച്ചൊരു മെല്ലപ്പോക്ക്. ഇപ്പം റാഫ ആക്രമണം, റാഫ എന്ന് പറയുന്ന ഒരു ഹൈഡൗട്ട്, ഒരു നഗരമാണ്. ആ നഗരത്തിലാണ് ഈ ഹമാസ് തീവ്രവാദികളെ ഏറ്റവും വലിയ ഹൈഡൗട്ടായിരുന്നത്. അവിടുത്തെ വലിയ ആശുപത്രികളുടെയും സ്കൂളുകളുടെ അടിയിൽ, ഭൂമിക്കടിയിലുള്ള വലിയ നിലവറകളുണ്ടാക്കി അവിടെയായിരുന്നു ഹമാസിൻ്റെ പല കമാൻഡുകളുണ്ടായിരുന്നത്. ഈ റാഫ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഭൂമിക്കടിയിലുള്ള ഇവരുടെ രഹസ്യ താവളങ്ങൾ തകർക്കാൻ അവർക്ക് ബങ്കർ ബസ്റ്റർ ബോംബുകൾ വേണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ലെബനോണിലുള്ള നസറിലേക്കൊന്നില്ലേ, അയാൾ ഭൂമിക്കടിയിലുള്ള താവളത്തിലായിരുന്നപ്പോൾ ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചപ്പോൾ ഈ ബോംബ് 12 മീറ്റർ ആഴത്തിലേക്ക് ഇറങ്ങി. ബങ്കർ ബസ്റ്റർ ബോംബുകൾ അങ്ങനെയാണ്, അത് വിട്ടാൽ തറയിൽ വീണ് പൊട്ടത്തില്ല, അത് തറ തുളച്ച് അകത്തോട്ട് പോകും. അകത്ത് പോയിട്ട് ഭൂമിക്കടിയിലാണ് പൊട്ടുക. അങ്ങനെ വരുമ്പോൾ ഭൂമിക്കടിയിലുള്ള ബങ്കറെല്ലാം തകർന്നു പോകും. അത്തരം ബോംബുകൾ റാഫ ആക്രമണത്തിന് വേണമെന്ന് പറഞ്ഞപ്പോൾ അമേരിക്ക എപ്പോഴും ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണെന്നെല്ലാം പറയുന്നത് നമ്മൾ ഞെട്ടിപ്പോയൊരു സംഭവം ഉണ്ടായി. ബൈഡൻ പറഞ്ഞു തരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ റാഫ ആക്രമണം നിലച്ചു ഏതാനും ദിവസം. ആർക്ക് വേണ്ടി? ഹമാസിനെ സഹായിക്കാൻ വേണ്ടി. ആര് സഹായിച്ചു? അമേരിക്ക സഹായിച്ചു. അപ്പോൾ നമ്മുടെ നാട്ടിൽ പോലും ഈ റാഫയെ തുടരുതേ, സേവ് റാഫ എന്ന് പറഞ്ഞ് ഇവിടുത്തെ സിനിമാ നടന്മാർ, ചോക്ലേറ്റ് നായകന്മാർ, യുവ സൂപ്പർ താരങ്ങളൊക്കെ റാഫ, സേവ് റാഫ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനൊക്കെ നടത്തിയിട്ടുണ്ട്. കാരണം എന്താ? ഹമാസിൻ്റെ ഏറ്റവും വലിയ ഭീകരന്മാരെ ഒളിച്ചിരിക്കുന്ന റാഫയിലാണ്. റാഫയെ തുടരുത് എന്ന് ബൈഡന് മാത്രമല്ല മലയാളത്തിലെ ഈ ചോക്ലേറ്റ് താരങ്ങൾക്ക് വരെ തോന്നിയപ്പോൾ അതിൻ്റെ ഒരു നെക്സസ് മനസ്സിലായല്ലോ. അപ്പോൾ ആ സമയത്ത് സഹായിച്ചത് സത്യം പറഞ്ഞാൽ ഇന്ത്യയാണ്. അമേരിക്ക ഇസ്രായേലിൽ തുറന്നു പറഞ്ഞു. കാരണം അമേരിക്ക ആയുധം കൊടുക്കാതിരുന്നപ്പോൾ ഇന്ത്യയാണ് ഭൂമി തുറക്കാൻ പറ്റുന്ന ബോംബുകൾ കൊടുത്ത് റാഫ ആക്രമണത്തെ വിജയിപ്പിക്കാൻ ഇസ്രായേലിനെ സഹായിച്ചത് എന്ന് ഇസ്രായേലിൻ്റെ അംബാസഡർ ഡൽഹിയിൽ വെച്ച് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞു. ഒരിക്കലും ഞങ്ങൾക്ക് ഇന്ത്യയെ മറക്കാൻ കഴിയില്ല, നിർണായക ഘട്ടത്തിൽ ഞങ്ങളെ സഹായിച്ച സുഹൃത്താണ്. അതേപോലെ ഇസ്രായേൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ലോകത്താരെങ്കിലും ഇന്ത്യയോട് യുദ്ധം ചെയ്താൽ ഇസ്രായേലിനോടും യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ ഒരേ ഒരു രാജ്യം ഇസ്രായേലാണ്. അതാണ് ഇസ്രായേലും നമ്മളും തമ്മിലുള്ളൊരു ആത്മബന്ധം. അപ്പോൾ അങ്ങനെ ഇസ്രായേലിനെതിരെ, ജൂതന്മാർക്കെതിരെ ഉള്ള നിലപാടുകൾ എടുക്കുന്നവരൊന്നും ഇനി അമേരിക്കയിൽ വേണ്ട എന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. കാരണം ബൈഡൻ്റെ അമേരിക്കയല്ല, ട്രംപിൻ്റെ അമേരിക്ക.
അപ്പോൾ ഇത് വളരെ നിർണായകമായൊരു തീരുമാനമാണ്. സത്യത്തിൽ നമ്മുടെ കേരളത്തിൽ ചർച്ചയാവേണ്ടതാണ്. രഞ്ജിനി ശ്രീനിവാസനാണ് അവിടെ ഒന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നത്, ഒരു മലയാളി പെൺകുട്ടിയാണ് എന്ന് കരുതപ്പെടുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ വരാനേ ഇരിക്കുന്നുള്ളൂ. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടേയില്ല. അപ്പോൾ ഏതായാലും അമേരിക്കയിൽ പഠിക്കാൻ പോയിട്ടുള്ള വിദ്യാർത്ഥികൾ അവിടെ പഠിക്കാൻ പോയാൽ പഠിക്കണം, അല്ലാതെ വേറെ പണി കാണിച്ചാൽ ചവിട്ടിക്കൂട്ടി ട്രംപ് പുറത്താക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് FBI പിടികൂടി വിമാനത്തെ കയറ്റി നാട് കടത്തിയിരിക്കുന്ന രഞ്ജിനി ശ്രീനിവാസൻ. മലയാളിക്ക് അഭിമാനിക്കാം. നമ്പർ 1 സാർ, 100% ലിറ്ററസി സാർ, കേരള സാർ എന്ന് സൂര്യകുമാറിന് പറയാം. കാരണം സിന്ധു സൂര്യകുമാറിനൊക്കെ കൂട്ടാകാൻ പറ്റുന്ന ഒരു പെൺകുട്ടി അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.